നമോ നാരായണായ. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 13 ബുധനാഴ്ച, അതായത് നാളെ അതിവിശിഷ്ടവും അതിപുണ്യപ്രദവുമായ ഒരു ഏകാദശിയാണ്. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ അപര ഏകാദശി. ചിലയിടങ്ങളിൽ അപാര ഏകാദശി എന്നും ഈ ഏകാദശി അറിയപ്പെടുന്നുണ്ട്. വൈശാഖ മാസത്തിലെ അവസാന ഏകാദശി എന്ന പ്രത്യേകതയും ഈ ദിനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിന്റെ സമ്പൂർണ്ണ പുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതകരമായ ദിവസമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, വൈശാഖ മാസം എന്ന് പറയുന്നത് മഹാപുണ്യങ്ങളുടെ മാസമാണ്, അല്ലെ? ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും ഭൂമിയിൽ ഒരുമിച്ച് സന്നിധരാവുമെന്നാണ് വിശ്വാസം. ഭഗവാനും ദേവിയും ഭക്തരുടെ വീടുകളിലേക്കും ജീവിതങ്ങളിലേക്കും അനുഗ്രഹം നിറയ്ക്കുന്ന ഒരു കാലം. ആ വൈശാഖ മാസത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തുന്ന ഈ അപര ഏകാദശി ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഭക്തർക്ക് നൽകുന്ന ഒരു മഹാ അനുഗ്രഹ കവാടം തന്നെയാണ്. അമ്മമാരെ, നിങ്ങൾ മക്കളുടെ ഭാവിയെക്കുറിച്ച് വിഷമിക്കുന്നവരാണോ? കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം രാത്രിയിൽ ഉറങ്ങാതെ കരയുന്നവരാണോ? മനസ്സിൽ ഒരുപാട് പ്രാർത്ഥനകളുമായിട്ട് കഴിയുന്നവരാണ് എങ്കിൽ ഈ അപര ഏകാദശി നിങ്ങൾക്കുള്ള മറുപടി ആയേക്കാം. ഭഗവാൻ മടങ്ങുന്നതിന് മുൻപ് ഭഗവാന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് എന്തും ചോദിക്കാവുന്ന ഒരു അവസരമാണ് ഈ വ്രതം. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയെ ഒരിക്കലും ലഘുവായി കാണരുത്. ഭക്തിയോടെയും വിശ്വാസത്തോടെയും നോൽക്കുന്നവർക്ക് ഭഗവാൻ കൈനിറയെ അനുഗ്രഹം നൽകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അപര ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വൈശാഖ മാസത്തിൻ്റെ പുണ്യവും ധന്യതയും മുഴുവൻ ഉൾക്കൊണ്ട് നമുക്ക് ആചരിക്കാനുള്ള മഹാവ്രതമാണ് ഈ അപര ഏകാദശി വ്രതം. ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന ഈ സമയത്ത് ഭക്തർ എന്ത് ചോദിച്ചാലും അത് അനുഗ്രഹമായി നൽകുന്ന ദിനമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മക്കളുടെ ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്ന അമ്മമാരും, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരും, സാമ്പത്തിക പ്രതിസന്ധികൾ മാറണം എന്ന് ആഗ്രഹിക്കുന്നവരും ഈ അപൂർവ ഏകാദശി വ്രതം നിർബന്ധമായും നോൽക്കണം. മെയ് 13 ബുധനാഴ്ച, അതായത് നാളെയാണ് ഈ അതിവിശിഷ്ട വൈശാഖ കൃഷ്ണപക്ഷ ഏകാദശി ആചരിക്കുന്നത്. ഈ ഏകാദശിക്ക് അമല ഏകാദശി എന്നും പേരുണ്ട്. വിഷ്ണുപ്രീതിക്കും പാപശാന്തിക്കും സമ്പത്തും സമൃദ്ധിയും ലഭിക്കാനുമായി അനുഷ്ഠിക്കുന്ന വ്രതമാണിത്. അപര എന്ന വാക്കിന്റെ അർത്ഥം അതിരുകളില്ലാത്തത്, അളവറ്റത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി ആചരിക്കുന്ന ഭക്തർക്ക് വിഷ്ണു ഭഗവാൻ അളവറ്റ പുണ്യവും സമ്പത്തും കീർത്തിയും അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം. പുരാണങ്ങളിൽ പറയുന്നത് പോലെ സ്വർണം ദാനം ചെയ്യുന്നതും ഗോദാനം ചെയ്യുന്നതും ആന, കുതിര തുടങ്ങിയ മഹാദാനങ്ങൾ നൽകുന്നതും കൊണ്ട് ലഭിക്കുന്ന പുണ്യത്തിന് തുല്യമായ പുണ്യം ഈ അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം. അത്രയും ശക്തിയേറിയ ദിനം തന്നെയാണിത്. ഈ ദിവസം പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെ 5ാമത്തെ അവതാരമായ വാമന ഭഗവാനെ ആരാധിക്കുന്നത് അത്യുത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാബലി ചക്രവർത്തിയും വാമനാവതാരവും സംബന്ധിച്ച പുരാണ കഥയുമായി ഈ ഏകാദശിക്ക് വലിയ ബന്ധമുണ്ട്. മഹാബലി രാജാവ് മഹായജ്ഞം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ബാലബ്രാഹ്മണന്റെ രൂപത്തിൽ വാമനൻ അവിടെ എത്തി. അദ്ദേഹം ചോദിച്ചത് വെറും 3 അടി ഇടം മാത്രമാണ്. പക്ഷെ മഹാബലിക്ക് മനസ്സിലായി ഇത് സാധാരണ ബാലനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അങ്ങനെ മഹാബലി തന്റെ എല്ലാം ഭഗവാനെ സമർപ്പിച്ചു. അതാണ് ഭക്തിയുടെ പരമരൂപം, അതാണ് സമർപ്പണത്തിന്റെ ശക്തി. ഈ അപര ഏകാദശി നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. അഹങ്കാരം വിട്ട് ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അസാധ്യമായതൊന്നുമില്ല. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പുത്രസന്താന ഭാഗ്യം ലഭിക്കുമെന്നും ധനപ്രശ്നങ്ങൾ മാറുമെന്നും പാപങ്ങൾ നശിക്കുമെന്നും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിറയുമെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. സൂര്യഭഗവാൻ അന്ധകാരം മാറ്റി വെളിച്ചം പകരുന്നത് പോലെ ഈ അപര ഏകാദശി നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും തടസ്സങ്ങളെയും നീക്കി അനുഗ്രഹത്തിന്റെ വെളിച്ചം നൽകുന്ന ദിനമാണ്.
അതുകൊണ്ട് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഏകാദശി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വിശ്വാസത്തോടെ, ഭക്തിയോടെ, കണ്ണുനീരോടെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുക. കാരണം ഭക്തന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന പോലും മഹാവിഷ്ണു ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ബ്രഹ്മപുരാണത്തിലും പത്മപുരാണത്തിലും ഈ അപരാ ഏകാദശിയുടെ മഹത്വം വളരെ വിശദമായി പറയപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഒരു വ്രതമല്ല ഇത്. അനവധി ജന്മങ്ങളിലെ പാപങ്ങൾ പോലും ഇല്ലാതാക്കാൻ കഴിയുന്ന അതിശക്തിയേറിയ ഒരു മഹാവ്രതമായിട്ടാണ് പുരാണങ്ങളിൽ ഈ ഏകാദശിയെ വിശേഷിപ്പിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകാദശി തിഥിയുടെ സമയം കൃത്യമായി അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം തിഥിയുടെ അടിസ്ഥാനത്തിലാണ് വ്രതാനുഷ്ഠാനങ്ങളും പൂജകളും നോക്കേണ്ടത്. ഈ വർഷം അപരാ ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് 12 ചൊവ്വാഴ്ച, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 2:52 തുടർന്ന് മെയ് 13 ബുധനാഴ്ച, അതായത് നാളെ ഉച്ചയ്ക്ക് 1:30 വരെ ഏകാദശി തിഥി നിലനിൽക്കും. അതായത് മെയ് 13 ബുധനാഴ്ചയാണ് പ്രധാനമായിട്ടും നമ്മൾ വ്രതം ആചരിക്കേണ്ട ദിവസം. ഈ സമയം വളരെ വിശുദ്ധമായ ഒരു സമയമാണ്. സാധാരണ ദിവസങ്ങളിലേതുപോലെ ഈ സമയം കളയാതെ പരമാവധി നാമജപത്തിലും പ്രാർത്ഥനയിലും മനസ്സ് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഓം നമോ നാരായണായ, ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രങ്ങൾ ഈ സമയത്ത് ജപിക്കുന്നത് അത്യുന്നത ഫലം നൽകുമെന്നാണ് വിശ്വാസം. ഈ ഏകാദശി സമയത്ത് വീട്ടിൽ കലഹങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ആരെയും വേദനിപ്പിക്കരുത്, കള്ളം പറയരുത്, കോപവും ദേഷ്യവും പരമാവധി നിയന്ത്രിക്കണം. കാരണം ഏകാദശി എന്നത് വെറും ഭക്ഷണം ഒഴിവാക്കുന്ന വ്രതമല്ല, മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കുന്ന ഒരു ആത്മീയ അനുഷ്ഠാനമാണ്. ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും അധികം അനുഭവിക്കാനാകുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് ഈ ഏകാദശി സമയത്ത് കഴിയുന്നത്ര വിഷ്ണുനാമങ്ങൾ ജപിക്കുക, വിഷ്ണു സഹസ്രനാമം വായിക്കുക, ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. ചില പ്രദേശങ്ങളിൽ ഈ ഏകാദശി ഭദ്രകാളി ഏകാദശിയായിട്ടും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഈ ദിവസം ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും രക്ഷയും അനുഗ്രഹവും നൽകുമെന്നാണ് വിശ്വാസം. അപരാ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് യുധിഷ്ഠിരനോട് വിശദീകരിച്ചിട്ടുള്ളത്. ഏകാദശി വ്രതം ഭക്തിയോടെയും വിശ്വാസത്തോടെയും അനുഷ്ഠിക്കുന്ന ഒരാൾ തന്റെ പുണ്യകർമ്മങ്ങളുടെ ശക്തിയാൽ വിശിഷ്ടനായി തീരുമെന്നും ജീവിതത്തിൽ അപൂർവ ഫലങ്ങൾ ലഭിക്കുമെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുൾ ചെയ്തതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി എന്ന് മനസ്സിൽ കുറ്റബോധം അനുഭവിക്കുന്നവരുണ്ടാകാം. ചിലർക്ക് പഴയ പാപങ്ങളുടെ ഭാരം മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കാം. അത്തരക്കാർക്കെല്ലാം ഈ അപരാ ഏകാദശി ഒരു മഹത്തായ ആത്മീയ ആശ്വാസം കൂടിയാണ്. എത്ര ഗുരുതരമായ പാപങ്ങൾ ചെയ്തവർക്ക് പോലും സത്യസന്ധമായ ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിച്ചാൽ വിഷ്ണു ഭഗവാൻ പാപമോചനവും അനുഗ്രഹവും നൽകുമെന്നാണ് വിശ്വാസം. അത്രയും ശക്തിയേറിയ ഒരു വ്രതം തന്നെയാണിത്. പുരാണങ്ങളിൽ ഈ ഏകാദശിയുടെ പുണ്യത്തെ വിവരിക്കുമ്പോൾ അതിനെ അതീവ മഹത്തായ തീർത്ഥ സ്നാനത്തോടാണ് ഉപമിക്കുന്നത്. കാർത്തിക മാസത്തിൽ ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം, മാഘമാസത്തിൽ പ്രയാഗയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം, മകരസംക്രാന്തി സമയത്ത് നർമ്മദാ നദിയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം, കുംഭമേള സമയത്ത് കുരുക്ഷേത്രയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം, സിംഹരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഗോദാവരിയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം, ഇതെല്ലാം ചേർന്നതുപോലെയുള്ള മഹാപുണ്യമാണ് ഈ ഒരൊറ്റ അപരാ ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇനി ഈ അതിവിശിഷ്ടമായ ഏകാദശി വ്രതം എങ്ങനെ ആചരിക്കണം എന്ന് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏകാദശി തിഥി മെയ് 12 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:52 തന്നെ ആരംഭിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് മെയ് 13 ബുധനാഴ്ച ഏകാദശി വ്രതം ആചരിക്കുന്ന അതേ പവിത്രതയും ശുദ്ധിയും നമ്മൾ മെയ് 12 ചൊവ്വാഴ്ച മുതൽ തന്നെ പാലിക്കേണ്ടതുണ്ട്. അതായത് ദശമി ദിവസമായ മെയ് 12 ചൊവ്വാഴ്ച ഇന്ന് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായി ഉച്ചയ്ക്ക് 2:52 മുൻപായി തന്നെ ഭക്ഷണം കഴിച്ചു തീർക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്താണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തുളസിയില സംബന്ധിച്ചത്. ഏകാദശി ദിവസത്തിൽ തുളസിയില നുള്ളാൻ പാടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം.
സാധാരണയായിട്ട് അടുത്ത ദിവസം ഏകാദശിയാണെങ്കിൽ തലേ ദിവസം വൈകിട്ട് തുളസിയില നുള്ളി വയ്ക്കാറുണ്ട്. പക്ഷെ ഈ തവണ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു കാര്യം, മെയ് 12 ചൊവ്വാഴ്ച ഉച്ച മുതൽ തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനും പൂജയ്ക്കുമായിട്ട് ആവശ്യമായ തുളസി ഇലകള് ഉച്ചയ്ക്ക് 2:52 മുൻപായി തന്നെ നുള്ളി വയ്ക്കണം. ഇതാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ദശമി ദിവസത്തില് നോൺ വെജ് ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം. മനസ്സിൽ സദാസമയവും വിഷ്ണുനാമങ്ങളും ഗുരുവായൂരപ്പന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും സ്മരണയും നിറച്ചുകൊണ്ടായിരിക്കണം ഈ ദിവസം ചിലവഴിക്കേണ്ടത്. കാരണം വൈശാഖ മാസത്തിന്റെ സമ്പൂർണ്ണ പുണ്യം നൽകുന്ന അവസാന ഏകാദശിയാണിത്. അതുകൊണ്ട് അതീവ ഭക്തിയോടും പവിത്രതയോടും ശ്രദ്ധയോടും കൂടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. രാത്രിയില് പഴവർഗ്ഗങ്ങൾ പോലുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. രാവിലെ അരിയാഹാരം ഒഴിവാക്കി ലളിതമായ പ്രഭാത ഭക്ഷണവും കഴിക്കാം. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മെയ് 12 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:52 മുതൽ തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നതിനാൽ ആ സമയത്തിന് ശേഷം കഴിയുന്നത്ര ഏകാദശിയുടെ പവിത്രതയും നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതാണ്. ഇനി പിറ്റേ ദിവസമായിട്ടുള്ള മെയ് 13 ബുധനാഴ്ച, അതായത് നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കണം. സാധിക്കുമെങ്കിൽ വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് അത്യുത്തമമാണ്. ഇനി മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമില്ല എന്ന് കരുതി ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഉണ്ടെങ്കിൽ ധരിക്കാം, അത് തന്നെ വേണം എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല. വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിച്ച് ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ രാവിലെ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ എത്തുക, സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക, ഭഗവാന്റെ ചിത്രത്തിന്റെയോ വിഗ്രഹത്തിന്റെയോ മുൻപിൽ വീട്ടിൽ ലഭ്യമായ പൂക്കളും തുളസി ഇലകളും സമർപ്പിക്കാം. ഏകാദശി ദിവസം പ്രത്യേകിച്ച് ഭഗവാന്റെ മുൻപിൽ ഒരു നെയ്വിളക്ക് കൊളുത്തുന്നത് അതീവ ഐശ്വര്യപ്രദമാണ്. ആ നെയ്വിളക്കിന്റെ പ്രകാശം വീട്ടിലെ ദുഃഖങ്ങളെയും അന്ധകാരങ്ങളെയും മാറ്റി അനുഗ്രഹത്തിന്റെ വെളിച്ചം നിറയ്ക്കുമെന്നാണ് വിശ്വാസം. ആ സമയത്ത് മനസ്സ് മുഴുവൻ ഭഗവാനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം വൈശാഖ മാസത്തിന്റെ സമ്പൂർണ്ണ പുണ്യവും നിറച്ച് മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന വിശിഷ്ട സമയമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തൻ ഹൃദയത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഭഗവാൻ കൈനിറയെ അനുഗ്രഹമായി നൽകുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഏകാദശി ദിവസം അതിരാവിലെ തന്നെ നിലവിളക്കും നെയ്വിളക്കും കൊളുത്തി കണ്ണുകൾ നിറഞ്ഞ് ഹൃദയം തുറന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. മക്കളെക്കുറിച്ച് മനസ്സിൽ വിഷമമുള്ള അമ്മമാരുണ്ടെങ്കിൽ, അവരുടെ ഭാവിയെക്കുറിച്ച് പേടിയുള്ളവരുണ്ടെങ്കിൽ, ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് മക്കൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയം ഭഗവാന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ, എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധി തരയണമേ, അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരയണമേ, ദുഃഖങ്ങളും തടസ്സങ്ങളും നീക്കണമേ, കൈ പിടിച്ച് നടത്തേണമേ. അതുപോലെ തന്നെ ഭഗവാനെ, ഞങ്ങളുടെ കുടുംബത്തിലെ കടബാധ്യതകളും ദുരിതങ്ങളും നീക്കണമേ, സമാധാനമില്ലാത്ത ഈ അവസ്ഥ മാറ്റണമേ, സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് നിറച്ചു തരയണമേ. ഇതെല്ലാം ഭഗവാനോട് ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഭഗവാനും മഹാലക്ഷ്മി ദേവിയും വൈശാഖ മാസത്തിന്റെ പുണ്യം നിറച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന വിശിഷ്ട നിമിഷമാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും മാറി അനുഗ്രഹങ്ങൾ നിറയണമെന്ന പ്രാർത്ഥന ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാം. ഭഗവാനെ, ലക്ഷ്മി ദേവിയോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ വീട്ടിലും അനുഗ്രഹം ചൊരിയണമേ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഈ സമയത്ത് ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് അത്യന്തം പുണ്യകരമാണ്. പ്രത്യേകിച്ച് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം 108 തവണ ജപിക്കാം. നിലവിളക്കും നെയ്വിളക്കും കൊളുത്തുമ്പോഴും ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് തന്നെ കൊളുത്തുന്നത് അതീവ ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ, എന്ത് വിഷമമാണ് നിങ്ങളെ ഉള്ളിൽ നിന്ന് വേദനിപ്പിക്കുന്നത്, അത് ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ ഈ അപരാ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭഗവാൻ ആ ആഗ്രഹം സാധ്യമാക്കി തരുമെന്ന കാര്യത്തിൽ ഭക്തർക്ക് വലിയ വിശ്വാസമുണ്ട്. ഈ ദിവസം അനാവശ്യ ചിന്തകൾക്കും വിഷമങ്ങൾക്കും മനസ്സിൽ ഇടം കൊടുക്കരുത്. മനസ്സും നാവും മുഴുവൻ നാരായണ നാമത്തിൽ നിറഞ്ഞിരിക്കണം. കള്ളം പറയരുത്, ആരെയും വേദനിപ്പിക്കരുത്, ദേഷ്യവും വഴക്കും ഒഴിവാക്കണം. സാധാരണ വ്രത ദിവസങ്ങളിൽ പാലിക്കുന്ന ശുദ്ധിയും നിയന്ത്രണങ്ങളും ഈ ദിവസവും കൃത്യമായി പാലിക്കണം. രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ പോലുള്ളവ
ലഘുഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. അതുപോലെ ഭഗവാന് പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ അത്യന്തം മഹാപുണ്യമാണ്. വിഷ്ണു സൂക്തം, ശ്രീ സൂക്തം, പുരുഷ സൂക്തം എന്നിവ ഉപയോഗിച്ചുള്ള അർച്ചന നടത്തുന്നതും സർവ്വ ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ്. അതിന് സാധിക്കാത്തവർ കുറഞ്ഞത് 3 തവണയെങ്കിലും ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന നാമം ജപിക്കുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത ഇവയിലെ പുണ്യശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നതും അത്യന്തം പുണ്യകരമാണ്. ഭഗവാന്റെ മൂലമന്ത്രങ്ങളായ അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ ജപിക്കുന്നത് ജീവിതത്തിൽ അത്ഭുതകരമായ ആത്മീയ ശക്തി നൽകുമെന്നാണ് വിശ്വാസം. ഈ അപരാ ഏകാദശിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യവും ഐശ്വര്യവും മനസമാധാനവും ആത്മീയ ശക്തിയും അതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒരു ദൈവാനുഭവമാണ്. ഈ ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ അനുഷ്ഠിക്കാം. എന്നാൽ അതിന് സാധിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. ഒരു നേരം പഴവർഗ്ഗങ്ങളോ അരിയാഹാരം ഒഴിവാക്കിയ ലഘുഭക്ഷണങ്ങളോ കഴിച്ചുകൊണ്ട് ഭാഗിക ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. ഞാൻ എല്ലാ വ്രത വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യവും സാഹചര്യവും നോക്കിയാണ് ഏത് വ്രതത്തിലും ആഹാരക്രമങ്ങൾ ക്രമീകരിക്കേണ്ടത്. കാരണം ഭഗവാൻ കാണുന്നത് വെറും ഉപവാസമല്ല, നമ്മുടെ മനസ്സിലെ ഭക്തിയും വിശ്വാസവും ആത്മാർത്ഥതയുമാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ നിർബന്ധമായി ശരീരം കഷ്ടപ്പെടുത്തി പൂർണ്ണ ഉപവാസം എടുക്കേണ്ടതില്ല. കഴിയുന്ന രീതിയിൽ ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാൽ മതിയാകും. ഇനി ഈ വൈശാഖ മാസത്തിന്റെ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നാണ് ദാനധർമ്മം. പലരും പറയും ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല എന്ന്. പക്ഷെ ഭഗവാൻ നോക്കുന്നത് പണത്തിന്റെ വലുപ്പമല്ല, മനസ്സിന്റെ വലുപ്പമാണ്. വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? ദാഹിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കഴിയുമോ? അതുപോലുള്ള ചെറിയ ദാനങ്ങൾ പോലും അത്യന്തം മഹാപുണ്യം നൽകുന്നതാണ്. കാരണം ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ പല രൂപങ്ങളിൽ നമ്മുടെ വീടുകളിലേക്കും ജീവിതങ്ങളിലേക്കും എത്തുന്നു എന്നാണ് വിശ്വാസം. ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വിശക്കുന്ന ഒരാളുടെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാതിൽക്കൽ ആരെങ്കിലും സഹായം തേടി വന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ ശ്രമിക്കണം. അത്തരം ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തോടും വരും തലമുറകളോടും ചേർന്നു നിൽക്കുന്ന മഹാപുണ്യങ്ങളാണ്. ഇനി ഏകാദശി വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ ഹരിവാസര സമയത്തെക്കുറിച്ചും അറിയണം. ഹരിവാസരം എന്നത് മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും ഭൂമിയിൽ പ്രത്യേക സാന്നിധ്യത്തോടെ അനുഗ്രഹം നൽകുന്ന അതിപവിത്രമായ സമയമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ അപരാ ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് മെയ് 13 രാവിലെ 6:58 മുതൽ വൈകിട്ട് 5:58 വരെയാണ്. ഈ സമയത്ത് പരമാവധി നാമജപത്തിലും പ്രാർത്ഥനയിലും കഴിയുന്നത് അത്യുത്തമമാണ്. പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയുന്നവർക്ക് ഈ സമയം അതീവ വിശിഷ്ടമാണ്. ഉറക്കം പരമാവധി ഒഴിവാക്കി ഓം നമോ നാരായണായ, ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന നാമങ്ങൾ സദാസമയവും മനസ്സിലും നാവിലും നിറഞ്ഞിരിക്കട്ടെ. ഇനി പാരണ വീടേണ്ട കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാൻ സാധിച്ചാൽ അത്യുത്തമമാണ്. ഇനി അതല്ല എങ്കിൽ വീട്ടിലെ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടും പാരണ വീടാവുന്നതാണ്. അങ്ങനെ വൈശാഖ മാസത്തിന്റെ സമ്പൂർണ്ണ പുണ്യം ഉൾക്കൊണ്ട് ഈ പവിത്രമായ അപരാ ഏകാദശി വ്രതം നിങ്ങൾ എല്ലാവർക്കും ഭക്തിയോടെ അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മി ദേവിയും നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ. കുടുംബത്തിലെ ക്ലേശങ്ങളും കടബാധ്യതകളും ദുരിതങ്ങളും മാറട്ടെ. മക്കളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും നിറയട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അപരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ നാമജപവും ഓരോ മന്ത്രങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.